കേരളത്തിലുടനീളം തെരുവുനായ ശല്യവും ആക്രമണങ്ങളും കൂടി വരുന്നുണ്ടെങ്കിലും ഡൽഹിയിലുള്ള ആൾക്കാർക്ക് കടി കൊണ്ടു തുടങ്ങിയപ്പോൾ സുപ്രീം കോടതി അടക്കം ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഒടി തട്ടിയിരിക്കുന്ന തെരുവുനായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പെറ്റീഷനുകൾ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി പരിഗണിക്കുകയും അതിനുശേഷം ഒരു ഒബിക്റ്റ് ഡിക്റ്റായിട്ട് ഒരു ബൈ ദ വേ കമന്റ് ആയിട്ടാണ് പറഞ്ഞത്, എങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഭാവിയിൽ ഈ തെരുവുനായ്ക്കൾക്കെതിരെയുള്ള ഏത് രീതിയിലായിരിക്കും സുപ്രീം കോടതി സമീപനം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സമീപനം എന്ന് വെച്ചാൽ, എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒബിക്റ്റ് ഡിക്റ്റായിട്ട് സുപ്രീം കോർട്ട് ഒബ്സർവ് ദാറ്റ് there are a lot of NGOs and associations feeding stray dogs. അതിനി പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിങ്ങനെ പെറ്റ് പെരുകി അനിയന്ത്രിതമായി ഇങ്ങനെ എണ്ണം കൂടി വരുന്നതിനാലും അത് മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങി. ഡൽഹിയിലെ ആൾക്കാരുടെ ലൈവ്ലിഹുഡ് വരെ പ്രശ്നത്തിലായി. സുപ്രീം കോടതി ഒരു ബീച്ച് ഡിക്റ്റായിട്ട് കമന്റ് പറഞ്ഞാണ്, പട്ടിയെ, അതായത് തെരുവട്ടിയെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തോളൂ. തെരുവിൽ വെച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി അറ്റാക്സ് ആൻഡ് ഡാമേജസ് ഡൺ ബൈ ദാറ്റ് ഡോഗ്. അതായത് ഒരു പട്ടിയെ, ഒരു പർട്ടിക്കുലർ ഡോഗിനെ അത് എവിടെ പോയി ആരെ കടിക്കുന്നു എന്നുള്ള രീതിയിലല്ല ഈ കമന്റ് ഇറക്കിയേക്കുന്നത്. പീറ്റ പോലുള്ള വലിയ വലിയ സംഘടനകളുണ്ട്, അവര് റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നൂറുകണക്കിന് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുക, ആ നൂറുകണക്കിന്, ഓക്കെ, ഡെയിലി ഒരു സ്ഥലത്ത് ചെന്നാൽ അമ്പലത്തിൽ അന്നദാനം പോലെ പട്ടികൾക്ക് ഫുഡ് കിട്ടുന്ന അറിയാം. അപ്പൊ ആ പട്ടികൾ പിന്നെ ആരെങ്കിലും കടിച്ചാൽ പീറ്റയും, മനസ്സിൽ പെട്ടെന്ന് പീറ്റ മാത്രമാണ് വരുന്നത്. ഐ ജസ്റ്റ് റെഡ് ദി സുപ്രീം കോർട്ട് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഈ അസോസിയേഷൻസ് ദേ വിൽ ബി റെസ്പോൺസിബിൾ, അതുപോലെ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും യു വിൽ ബി റെസ്പോൺസിബിൾ എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഫൈനൽ വേർഡിക്റ്റ് അല്ല, പക്ഷേ ഫൈനൽ വേർഡിക്റ്റിലെ എന്തായിരിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ പറഞ്ഞ കമന്റ്.